നിനക്ക് ഞാനാരാന്ന് മനസ്സിലാക്കോ? ഞാനാ ഫർദ. എന്നറിയാത്ത ആരും ഉണ്ടാവില്ല. ഗൾഫിൽ ഞാൻ വലിയ സെറ്റപ്പ് ആളാണെങ്കിലും ഈ കേരളത്തിലും നാട്ടിലും ഞാൻ പെട്ടുപോയി. ഈറ്റിങ്ങൾ എന്തെന്നാ ഇത്? തിരുമ്പില്ല. ഇതിട്ട് എന്നെ ഇട്ട് കഴിച്ചിട്ട് എന്താ പാങ്കർമിലവിടെ തൂക്കിട്ടേക്കും. എത്ര കാലം ഞാനിതെല്ലാം ആരോടാ പറയുന്നത്? അല്ല 10,000 ഉറുപ്പിക കൊടുത്തിട്ട് ഈറ്റികളല്ല ഇത് വാങ്ങുന്നത്. എന്നാ എത്ര കളറുണ്ട്? അതേതെങ്കിലും വാങ്ങും. പച്ച, ചുമപ്പ്, നീല എല്ലാ കളറുണ്ട്. വാങ്ങൂല ഇവര് കറുപ്പ് മാത്രം വാങ്ങുള്ളൂ. അതാകുമ്പോ തിരുമ്പണ്ടല്ലോ, പെരുങ്ങൂല, ചളിയും ആകൂല, മണം മാത്രം ഉണ്ടാവുള്ളൂ. അതിത്തിരി സ്പ്രേ എങ്ങനെ അടിച്ചൂടെ? ഇട്ട നീറ്റിന്റെ മുകളിൽ ഇട്ടിട്ടങ്ങ് പോയിടും. നാട്ടുകാരെന്ന് വിചാരിക്കാം എനിക്കൊരു വിലയില്ലേ? ഞാനങ്ങ് ഗൾഫിൽ നിന്ന് വന്ന സാധനം. ഇവരെല്ലാം എന്തെന്നാ ഇങ്ങനെ? എന്നെ ഏതെങ്കിലും ഒരു കല്യാണ പരിപാടിക്ക് കൂട്ടുക? അതില്ല. നല്ലൊരു പരിപാടിക്ക് എന്നെ കൂട്ടൂല. ഒരു മരിച്ച പുരയിലേക്ക്, ഒരു ഹോസ്പിറ്റൽ കേസ്, ഇതിന് ബാത്റൂമിൽ വരെ എന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. എന്നാലും എന്നെ തിരുമ്പിക്കൂടെ? എല്ലാം ഞാൻ പകരം കൊടുക്കും. വെയിൽ വരട്ടെ. വെയിൽ വന്ന എന്റെ അടുത്ത് ഒരു മനുഷ്യന്മാരെടുക്കൂല. ഞാൻ എല്ലാവരും കഴിച്ചാൽ ഞാൻ പോകാൻ കിട്ടാണ്. പോകാം എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത്ര കാലെന്നറിയോ? ഞാൻ അതിന്റെ വേക്ക് തൂങ്ങി കിടക്കല. ബാക്കിയുള്ള ചുരിദാർ 80 എല്ലാം ഒരു അലമാരയിൽ വെക്കുക. അന്നെ മാത്രം അതിന്റെ വേക്കിലാണ് തൂക്കിയിട്ട്. ഒരു പരിപാടി കഴിഞ്ഞിട്ട് തൂക്കിയിടും, അടുത്ത പരിപാടിയോട് തൂക്കിയിടും. ഒന്ന് ഇത്തിരി സ്പ്രേ അടിക്കാം. ഒന്ന് ബഹുമാനിച്ചൂടെ? ഒന്നുമില്ല. എന്തൊരു ജീവിതം ഇത്? എനിക്ക് എന്റെ ഗൾഫിൽ തന്നെ മതിയായിരുന്നു. അതാ മോനെ എന്ത് തന്നെയാണ് കൊണ്ടെടുക്കുന്നത് അറിയോ? നല്ല സ്പ്രേ അടിച്ചിട്ട് അല്ല അത്ര പൂച്ചിട്ട് ഞാൻ വരുമ്പോഴേക്ക് അനക്കെന്നെ ഒരു ഗുമ്മ. ഇതെനിക്ക് പേടിയാ. അടുക്കള കൈക്കൽ ചെടി ഉണ്ടാവും ഇതിനും വലിയ വൃത്തി. ഞാനെന്തെന്നാ ഇത്? അടിച്ചോരെ, എന്നെ എന്തിനാ ഈറ്റിങ്ങളുടെ ഇടയിൽ കൊണ്ടിട്ടത്? ഈ ഗൾഫിലുള്ള ആൾക്കാരെ പറയേണ്ടത് ഓരോ പെണ്ണുങ്ങൾ